5th ചാപ്റ്റർ എടുത്തിട്ട് 5th ചാപ്റ്റർ ലാസ്റ്റ് ബെഞ്ചിൽ നിന്ന് വായിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. മിസ്സേ, ആ 4th ചാപ്റ്റർ മനസ്സിലായില്ലായിരുന്നു, അതൊന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാമോ? വായിക്കുന്ന സമയത്ത് വായി നോക്കിയിരിക്കരുത്, ശ്രദ്ധിച്ചിരിക്കണം, അപ്പം മനസ്സിലാവും. ഇതെന്തായാലും 5th ചാപ്റ്റർ വായിച്ചു തരട്ടെ, എന്നിട്ട് 4th ചാപ്റ്റർ ഒന്നും കൂടെ വായിപ്പിക്കാം. മിസ്സേ, വെറുതെ ഇങ്ങനെ വായിച്ചു പോകാനാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ, ഞങ്ങൾക്ക് വീട്ടിൽ ഇരുന്നങ്ങ് പഠിച്ചാൽ പോരെ. നീ എന്താ എൻ്റെ അടുത്ത് ഒറ്റ പറയുവാണോ? ഇവിടെ ഒറ്റ പറഞ്ഞതൊന്നുമല്ല, എന്റെ അമ്മയും അച്ഛനും കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിക്കുന്നത് വെറുതെ ആവരുത്, അത്രയേ ഉള്ളൂ. ഇവിടെ ബാക്കി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ, നിനക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ? സത്യം പറഞ്ഞാൽ ഇതിനകത്ത് പകുതി ആൾക്കാരും മിസ്സിനെ പേടിച്ചിട്ട് ട്യൂഷന് പോയാ പഠിക്കുന്നത്. മിസ്സിന്റെ അടുത്ത് എന്തെങ്കിലും സംശയിച്ചിട്ട് മിസ് ഇങ്ങനല്ലയോ മറുപടി പറയുന്നത്? എങ്കിൽ പിന്നെ നീയും കൂടെ ട്യൂഷന് പോകും, അപ്പൊ നിനക്ക് മനസ്സിലാവുമല്ലോ. എന്റെ അച്ഛനും അമ്മ എന്നെ ഇവിടെ പഠിപ്പിക്കാൻ തന്നെ നല്ലൊരു ഫീസ് അടയ്ക്കുന്നുണ്ട്, പിന്നെ ട്യൂഷനും കൂടെ പോയി ഫീസ് കൊടുക്കാനാണെങ്കിൽ പിന്നെ സ്കൂളിലോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. മിസ്സേ, നിനക്ക് എന്നെ കുറിച്ച് വല്ല പരാതി ഉണ്ടെങ്കിൽ നീ പോയി പ്രിൻസിപ്പാളിന്റെ അടുത്ത് പറ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രിൻസിപ്പാളിന്റെ അടുത്ത് പരാതി കൊടുക്കുക തന്നെ ചെയ്യും. ട്യൂഷന് പോകാനാണെങ്കിൽ ട്യൂഷന് മാത്രം പോയാൽ പോരെ, ഇത്രയും ഫീസ് കൊടുത്ത് ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും നാൾ പഠിപ്പിച്ചതിൽ ഇത്രയും അഹങ്കാരിയായ ഒരു സ്റ്റുഡന്റിനെ ഞാൻ ആദ്യമായിട്ട് കാണുക. എന്തായാലും ഇത് ഞാൻ പ്രിൻസിപ്പാളിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ